ഫ്രണ്ട്സ്, വെൽക്കം ടു ചാറ്റ് ഫാമിലി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ബീൻസും വെച്ച് നല്ലൊരു അടിപൊളി തോരനാണ് കേട്ടോ. എങ്ങനെയാണ് നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാവരും വാ. ഫസ്റ്റ് തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നല്ല കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കടുകെല്ലാം പൊട്ടിയ ശേഷം അതിലേക്ക് ഞാൻ 2-3 കട്ട് ചെയ്ത വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കടുകും വറ്റൽമുളകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ശകലം സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത ശേഷം ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക് പൊടി, ശകലം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശകലം ഉപ്പും കൂടി നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും ജീരകവും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത ശേഷം എന്നിട്ട് ഞാൻ ചെറിയ ഒരു തീയിൽ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ്സ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച ശേഷം നല്ല അടിപൊളി ടേസ്റ്റിൽ ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.